അപ്പോൾ അത് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ആ ഡിഫൻസ് തുടങ്ങാനായിട്ട് കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് വചനം എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുരിശ് വരച്ചു. വിശുദ്ധ തൈലവും ഉപ്പ് എല്ലാം ഇട്ട് എൻ്റെ ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു. എൻ്റെ ദേഹത്തും ആ തൈലം തടവി. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും അവരെൻ്റെ അടുത്ത് കൂടുതൽ ഇൻഡെപ്തായിട്ട് ഒന്നും ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും. എനിക്ക് പാസ്സാവാൻ പറ്റില്ല. അത് പാസ്സായാൽ മാത്രമേ എനിക്ക് ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ എല്ലാവരും പറഞ്ഞു, ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവർ കൂടുതലും ഒരുപാട് ചോദിക്കുന്നത്, അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കാമെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേര് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഡോക്ടറേറ്റ് ഈ വർഷം എനിക്ക് തരണം എന്നുള്ള ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ, അപ്പോൾ ഡിഫൻസിന് 6 പേരുണ്ടായിരുന്നു. അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഭാഗത്തുനിന്ന് വന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ എന്നാണ്. കുറച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരിക്കും. പക്ഷേ ഒരു ചോദ്യം പോലും ആ ഏരിയയിൽ നിന്ന് വന്നില്ല. ബാക്കി എങ്ങനെ ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചു. പക്ഷേ അതൊക്കെ എനിക്ക് അപ്പം ഞാൻ ഈ ഡിഫൻസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മാതാവേ, കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കും, മാതാവായിരിക്കണം ജഡ്ജായിട്ട് അവിടെ വരേണ്ടത്, ഞാൻ വെറും ഒരു ഡമ്മി പീസായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ രണ്ടുപേരും പറയുന്നതായിരിക്കും, ഞാനൊരു ഡമ്മി പീസായിരിക്കും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നും ചോദിച്ചില്ല. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവാണ് ജഡ്ജ്, കർത്താവ് എല്ലാ കാര്യവും സംസാരിക്കും, ഞാൻ വെറും ഒരു ഡമ്മി പീസാണ്. അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസിൻ്റെ പാനൽസ് ചോദ്യം ചോദിച്ചു വന്നപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ മാറി. അങ്ങനെ 1 മണിക്കൂറായിരുന്നു ഡിഫൻസ് എക്സാം. അങ്ങനെ അത് പാസ്സായി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷന് കൂടി പാസ്സായി എന്ന് എനിക്ക് റിസൾട്ട് വന്നു. അങ്ങനെ എനിക്ക് December 5th ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് പേരിന് മുമ്പ് എൻ്റെ ടൈറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റി, ഡോക്ടർ സവിത വർഗീസ് ആയി. അതിലെനിക്ക് മാതാവിനും കർത്താവിനും ഞാൻ ഒരുപാട് 1000 നന്ദി പറഞ്ഞു.